ഹലോ, അടുത്ത വീഡിയോ ഇന്ന് ചെയ്ത് കാണിക്കുകയാണ്. പെഡിക്യൂറാണ്. പെഡിക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂർ കേട്ടോ. കുറച്ച് സാധനങ്ങൾ മതി. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, കാല് വൃത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ കാലിൻ്റെ വൃത്തി കണ്ടാൽ തന്നെ അറിയാം ഒരാളുടെ വൃത്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് വ്യൂവേഴ്സ് നന്നായിട്ടുണ്ട്, പക്ഷേ കാണുന്നവരാരും ലൈക്ക് ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് വല്ലാണ്ട് കയറുന്നില്ല. അതുപോലെ സബ്സ്ക്രൈബേഴ്സും കയറുന്നുണ്ട്, പക്ഷേ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും കുറവാണ്. അപ്പോൾ കാണുന്നവർ ഒറ്റ ലൈക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പ്ലീസ് അത് ചെയ്യണേ. ഞാൻ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഇതൊക്കെയാണ് വേണ്ട സാധനങ്ങൾ. കുറച്ച് ഉപ്പ്, പിന്നെ കാലുരയ്ക്കാനൊരു സ്ക്രബ്ബർ, പിന്നെ ഒരു ഹാഫ് പീസ് നാരങ്ങ, പിന്നെ ഇത് സ്ക്രബ് ചെയ്യാനാണ് പഞ്ചസാരയും അരിപ്പൊടി, അതായത് പുട്ടുണ്ടാക്കുന്ന പൊടിയും കൂടിയിട്ടുള്ള മിശ്രിതമാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് കാല് മുക്കി വെക്കാനായിട്ട് ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ നന്നായിരുന്നു. പിന്നെ കുറച്ച് ചൂടുവെള്ളം, അത്രയും. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഞാനൊന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് നമ്മുടെ കാലിൽ നെയിൽ പോളിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം റിമൂവ് ചെയ്യണം. എന്നിട്ട് എന്താ പറയുക, നഖം നല്ലോണം ക്ലീൻ ആക്കിയിട്ട് ചൂടുവെള്ളം ആ പാത്രത്തിൽ, ഞാൻ കാണിച്ചെന്ന പാത്രത്തിൽ ഒഴിച്ച് അതിനകത്ത് ഉപ്പ് ഇട്ടിട്ട് ആ നാരങ്ങയും പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നമ്മളൊരു 5-10 മിനിറ്റ് മുക്കി വയ്ക്കുക. കാല് അതിനകത്ത് മുക്കി വയ്ക്കുമ്പോൾ കാല് കുതിരും. അതിന് ശേഷം സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായി ഉരയ്ക്കുക കാല്. സ്ക്രബ്ബർ ആ ഒരു ടൂള് കാണിച്ചു തന്നില്ല, അത് വെച്ച് നന്നായി ഉരച്ചെടുത്തിട്ട് പിന്നെ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകുക. കഴുകിയതിന് ശേഷം ഞാൻ കാണിച്ചു അരിപ്പൊടിയും പഞ്ചസാരയും കൂടി ഉള്ളത്, അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാത്രത്തിൽ നന്നായിട്ട് തേച്ച് നന്നായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഉരച്ച് കളയാം. അത് ഞാൻ കാണിച്ചു തരാം ഉരയ്ക്കണം എങ്ങനെയാണെന്നുള്ളത്. അതിന് ശേഷം പിന്നെ നമ്മൾ ആ നാരങ്ങ പിഴിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ടാവും. ആ നാരങ്ങ എടുത്തിട്ട് എല്ലാ നഖത്തിലും നന്നായിട്ട് ഉരയ്ക്കുക. അതുപോലെ കാലിൻ്റെ ഉപ്പുറ്റി വിണ്ട് കീറുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ നന്നായിട്ട് ഉരച്ചിട്ട് ഒന്നുകൂടെ പച്ചവെള്ളത്തിൽ കഴുകുക. അതിനുശേഷം എന്തെങ്കിലും മസാജിങ് ക്രീം, അത് നമ്മുടെ കയ്യിലുള്ള മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ ആ പ്രൊസീജിയർ കഴിഞ്ഞു. പിന്നെ അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇടാവുന്നതാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം. വീഡിയോയിലേക്ക് കിടക്കാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കാല് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ പ്രൊസീജിയർ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതിന് മുമ്പാണ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ആഫ്റ്റർ ഞാൻ തുടങ്ങുകയാണ് കേട്ടോ. ഇതാണ് പാത്രം. പാത്രത്തിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അത് കഴിഞ്ഞു. പിന്നെ ഉപ്പ് ഇടുകയാണ്. പിന്നെ നാരങ്ങ, ഇത് പിഴിഞ്ഞു വെച്ചാലും മുഴുവൻ നമ്മളിതിൽ പിഴിയുന്നില്ല, കാരണം ഇതുകൊണ്ട് നമുക്ക് കാല് നഖമൊക്കെ ഉരയ്ക്കാവുന്നതാണ്. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്, അതൊന്ന് അലിഞ്ഞിട്ടുണ്ട്. ഇനി ചൂട് നോക്കിയിട്ട് നമുക്ക് കാല് ഇതിൽ മുക്കി വയ്ക്കാവുന്നതാണ് കേട്ടോ. കാല് മുക്കി വെക്കാൻ പറ്റാവുന്ന ചൂടേ ഉള്ളൂ. അത് ഞാൻ മുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വെള്ളത്തിന് ചൂടൊക്കെ പോയി കാലെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ നഖം ഒന്ന് ഷേപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇത് ഉപയോഗിച്ചിട്ടാണ്, നെയിൽ ഫൈലർ എന്നാണ് ഇതിനെ പറയുക. ഇതിൻ്റെ രണ്ടറ്റം കൊണ്ട് നമുക്ക് നഖം ഉരയ്ക്കാം. നഖം ഉരച്ചൊന്ന് ഷേപ്പാക്കട്ടെ, എന്നിട്ട് ബാക്കിയുള്ള ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നഖമൊക്കെ ഉരച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പഞ്ചസാരയും അരിപ്പൊടിയും കൂടിയിട്ടുള്ള സംഭവം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. എന്നിട്ട് ഇനി ഞാനത് കാലിൽ വെച്ച് ഉരയ്ക്കുന്നുണ്ട്. നന്നായിട്ട് ഞാൻ ഉരയ്ക്കുന്നത് കാണിച്ചു തരാം. ഇങ്ങനെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. നേരെ ഞാൻ കാലിൽ ഉരയ്ക്കാൻ പോവാണ്. കാലിൻ്റെ അടിഭാഗത്തൊക്കെ ആക്കാവുന്നതാണ്. കാലിൻ്റെ ഉപ്പുറ്റിയിലും ഈ രണ്ട് സൈഡിലൊക്കെ തേക്കാവുന്നതാണ് കേട്ടോ. ഇത് ഇത്തിരി റഫായ ഒരു സ്ക്രബ്ബറാണ്, അതുകൊണ്ട് കുറച്ച് കാലിലായതുകൊണ്ട് കാലിലെ സ്കിൻ കട്ടിയുള്ളതുകൊണ്ട് ഇത്തിരി നന്നായിട്ട് ഉരച്ചാലും സ്ക്രാച്ചൊന്നും വീഴില്ല. ഇങ്ങനെ ഉരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിനി സ്ക്രബ്ബർ വെച്ചിട്ട് എല്ലായിടത്തും ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നഖത്തിൻ്റെ മുകളിലുള്ള സ്കിന്നിലും അതുപോലെ ഈ സൈഡ്, ഇവിടെ, പിന്നെ അതുപോലെ ഉപ്പുറ്റി, ഇങ്ങനെ നന്നായിട്ട് ഉരയ്ക്കാം കേട്ടോ. കാലിങ്ങനെ പൊക്കി പിടിച്ച് അടിഭാഗത്തൊക്കെ ഉരയ്ക്കാം. അവിടെയൊക്കെ നല്ല ഡെഡ് സ്കിൻ ഉണ്ടാവും. അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉരച്ചാൽ തന്നെ പോവുള്ളൂ. ഉരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിത് വെള്ളം ഒഴിച്ച് കഴുകുകയാണ്.
കഴുകി കഴിഞ്ഞിട്ടാണ് നാരങ്ങ ഉപയോഗിച്ചിട്ട് നഖത്തിലും ഉപ്പുറ്റിയിലൊക്കെ നന്നായിട്ട് ഉരയ്ക്കേണ്ടത്. ഇങ്ങനെ നഖത്തിൽ അടുത്ത സ്റ്റെപ്പാണ്, നഖത്തിൽ നാരങ്ങ കൊണ്ട് നന്നായിട്ട് ഉരയ്ക്കുക. അതുപോലെ കാലിൻ്റെ മുകളിലും. നഖത്തിലാണ് കൂടുതൽ ഉരയ്ക്കേണ്ടത് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നെയിൽ പോളിഷ് കുറേ ഇരിക്കുമ്പോൾ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. അത് പോകാനായിട്ട് ഈ നാരങ്ങ നീരും പിന്നെ അതുപോലെ നഖത്തിന് ബലം വരാനായിട്ട് നാരങ്ങ നീര് വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പം തന്നെ കാലിന് കളർ വന്നത് കണ്ടാൽ മനസ്സിലാവും, നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ അധികം കവർ ചെയ്ത് നിൽക്കാത്ത ചെരുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് വെയിലുള്ളിൽ നന്നായിട്ട് കരിവാളിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം തന്നെ മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഉരച്ചിട്ട് നമുക്ക് പിന്നെയും പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം. വാഷൊക്കെ ചെയ്ത് വന്നു. ഇനി മസാജിങ് ക്രീമാണ് ഇടാനുള്ളത്. അതിന് ശേഷം ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ട് ഇതിൻ്റെ ആഫ്റ്റർ ആയിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പ്രൊസീജിയർ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസാജിങ് ക്രീമാണ് ഇടാനുള്ളത്. അത് ഏതെങ്കിലും ക്രീം, സൺസ്ക്രീനോ അല്ലെങ്കിൽ മോയ്സ്ചറൈസിങ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരത്തിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ് ഇടാം. അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ആഫ്റ്റർ ലുക്ക് കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കാലിൽ ഒരു ടാറ്റു കാണുന്നില്ലേ, അവിടെ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ്. അവിടെ ഒരു സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടാറ്റു ചെയ്തത്. ഇങ്ങനെ പാടുകൾ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ടാറ്റു ചെയ്ത് മറയ്ക്കാം കേട്ടോ. ഞാൻ അതും കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും ടാറ്റു ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യണേ. കണ്ടോ, നെയിൽ പോളിഷൊക്കെ ഇട്ടു. ഇതാണ് ഇപ്പം എൻ്റെ കാലിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. ഇഷ്ടമായോ എല്ലാവർക്കും? അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇത് മൊത്തം ഫസ്റ്റ് ടു എൻഡ് വരെ ചെയ്യാനായിട്ടൊരു അരമണിക്കൂറാണ് എടുക്കുന്നത്. അധികം സാധനങ്ങളും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പം പാദത്തിൽ മാത്രമാണ് നമ്മളിത് ചെയ്ത് കാണിച്ചത്. ഇത് മുകളിൽ, അതായത് മുട്ട് വരെയുള്ള ഭാഗത്ത് നമുക്ക് ചെയ്യാം. അതിനോടൊപ്പം നമുക്ക് പറ്റാവുന്ന രീതിക്ക് എന്തെങ്കിലും മസാജും കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാലുവേദനയ്ക്കൊക്കെ നല്ല ആശ്വാസം ഉണ്ടാവും. അതുപോലെ വിണ്ട് കീറലിന് നല്ല മാറ്റം ഉണ്ടാവും. ഉപ്പുറ്റിയുടെ ഭാഗത്ത് തൊലി പൊളിഞ്ഞാടർന്ന് നിൽക്കുക, അങ്ങനെയുള്ളതിനൊക്കെ നല്ല മാറ്റം ഉണ്ടാകുന്നൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ടിപ്പാണിത്. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. അധികം സമയവും ഇതിനാവശ്യമില്ല. പിന്നെ ഞാൻ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ടാറ്റുവിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ കുഞ്ഞിലെ കാല് സ്കൂട്ടറിൻ്റെ വീലിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഒന്ന് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റിച്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പാടുണ്ടായിരുന്നു. അത് കാണുമ്പോൾ ഭയങ്കര ബോറായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ടാറ്റു ചെയ്യാൻ പഠിച്ചതിന് ശേഷം ഞാൻ അവിടെ ആ സ്ക്രാച്ച് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനവിടെ ടാറ്റു ചെയ്തു. അപ്പോൾ അത് നല്ല ഭംഗിയായി. അപ്പോൾ അതുപോലെ കയ്യിലും കാലിലൊക്കെ ആർക്കെങ്കിലും മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ല. അത് കാണുമ്പോൾ ആൾക്കാർ കളിയാക്കും, അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കട്ടെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഒരു സ്വാഭാവികമായിട്ട് ചമ്മൽ വരും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാനായിട്ട് കവറപ്പ് ടാറ്റു എന്ന് അതിന് പറയുക. പാടുകൾ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കവർ ചെയ്യാനായിട്ട് ടാറ്റു ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ടാറ്റു ഉണ്ട്. ഇവിടെ എൻ്റെ കുഞ്ഞിലെ കുപ്പിവള കുത്തി കയറിയിട്ട് പൊട്ടിയതായിരുന്നു. നല്ലൊരു മുറിവുണ്ടായിരുന്നു. കാണുമ്പോൾ കൈ കാണുമ്പോൾ ശരിക്കും ഭയങ്കര, ഞാൻ വീഡിയോയിലൊക്കെ മുൻപ് ആരെങ്കിലും കാണുമ്പോൾ ഞാൻ കാണാത്ത രീതിയിലൊക്കെ പിടിക്കുമായിരുന്നു. ഇപ്പോൾ ടാറ്റു ചെയ്ത് മറച്ചാനപ്പോൾ അത് വല്ലാതെ ബോറായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും സ്ക്രാച്ചസ് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ടാറ്റു ചെയ്യാം. ഞാൻ തന്നെയാണ് ചെയ്യണത്. ലേഡീസിന് കംഫർട്ടായ രീതിയിൽ നമുക്ക് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ജെൻസ് ചെയ്യണ പോലെ തന്നെ ലേഡീസിന് ലേഡി ടാറ്റു ആർട്ടിസ്റ്റ് കുറവാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിലൊക്കെ ഉണ്ട്, നമ്പർ അടക്കമുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. അതുപോലെ ഈ വീഡിയോ ഇപ്പോൾ പെഡിക്യൂറിൻ്റെ ചെറിയൊരു പ്രൊസീജിയർ പാർലർ ചെയ്യണ അതേ സംഭവം തന്നെയാണ്. പക്ഷേ പാർലറിൽ ക്രീമുകളും സ്ക്രബ്ബറും അതൊക്കെ വേറെ സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യണത്. പിന്നെ നെയിലിന് തന്നെയായിട്ട് കുറേയധികം ടൂൾസ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ക്യാൻസലാക്കിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ പിന്നെയും പറയുകയാണ്, എൻ്റെ വീഡിയോസിന് നല്ല വ്യൂസ് ഉണ്ട്, പക്ഷേ ലൈക്കും കമൻസും കുറവാണ്. അപ്പോൾ കാണുന്നവരെന്തായാലും ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ടാറ്റാ.